ഹായ്, ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് സോസ് പാസ്തന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാൻ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഹെയിൻസിന്റെ ചില്ലി മയോണൈസ് ആണ്. പിന്നെ കുറച്ച് സോയ സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, പിന്നെ ഒരു പിഞ്ച് ഗാർലിക് പൗഡറും ഉപ്പും വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഒരു 100 ഗ്രാമിന്റെ ബോൺലെസ് ചിക്കൻ ആണ്. ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ മാരിനേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനുള്ള മസാലാസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഗാർലിക് പൗഡറിന് പകരം നിങ്ങൾക്ക് ഗാർലിക് മിൻസ് ചെയ്തതോ ഗാർലിക് പേസ്റ്റോ യൂസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണേ മെൽറ്റ് ചെയ്യിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ, 2 സൈഡും. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ചിക്കൻ നന്നായി ഹാർഡായി പോകും. അപ്പൊ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതിയേ. ചിക്കൻ ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇനി കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചിക്കൻ വേവുമല്ലോ, അപ്പൊ പിന്നെ അത്ര കുക്കായാൽ മതി. ഈ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്നത് മഷ്റൂം ആണ്. പിന്നെ മഷ്റൂം അധികം നേരം കുക്ക് ചെയ്യണ്ടല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഞാൻ ഇവിടെ നന്നായി വേവിച്ചെടുക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം ഇത് എപ്പോഴും പാസ്തയിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഞാൻ എല്ലാം ഒരു ഹാഫ് കുക്ക്, ഒരു കടിക്കുന്ന പരുവത്തിലാണ് എല്ലാം വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് സ്പിനാച്ച് ലീവ്സ് ആണ്. നിങ്ങൾ ഈ വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് ഉള്ള വെജിറ്റബിൾസും പിന്നെ എൻ്റെ മോന് കഴിക്കുന്ന വെജിറ്റബിൾസും ആണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ടായി വന്നതിന് ശേഷം അതിൽ നമ്മൾ ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഗാർലിക് പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മോന് ഗാർലിക് പീസ് കിട്ടിയാൽ കഴിക്കൂല, അതുകൊണ്ടാണ്. നിങ്ങൾ ഗാർലിക് അങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയേ. പിന്നെ ഈ ടൈമിൽ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ലാസ്റ്റാണ് അത് ചെയ്യുന്നത്. മോനുള്ളത് മാറ്റിയതിന് ശേഷം, മോൻ അത്ര എരിവ് കഴിക്കാത്തതുകൊണ്ട്. പിന്നെ ഹെർബ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ ഒറിഗാനോ ആണ് ഇതിലേക്ക് യൂസ് ചെയ്തത്. അപ്പൊ നമ്മളെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാൻ സോസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കലില്ല, ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യല്, ഈ പാനിൽ തന്നെയാണ് ചെയ്യല്. അപ്പോൾ 2 ടീസ്പൂൺ മൈദയാണ് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമ്മളെ ചിക്കനും വെജിറ്റബിളും ഒക്കെ കുക്ക് ചെയ്യിലേക്ക് തന്നെ. എന്നിട്ട് അത് മൈദ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കലുണ്ട്. മൈദന്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. മൈദന്റെ ആ റോ സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണേ ഇത് ചെയ്യാന്. ഇനി നമുക്ക് സോസിനായിട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ക്രീം വേണമെങ്കിൽ ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അധികവും മിൽക്ക് തന്നെ യൂസ് ചെയ്യല്, ഫ്രഷ് മിൽക്ക്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട്
പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട്, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ക്രീമി ടൈപ്പാണ് വേണ്ടത്, കുറേ സൂപ്പി ടൈപ്പ് അല്ല. അപ്പം ഞാൻ നോക്കിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ സോസൊക്കെ നല്ല തിക്കായി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചൊരു സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സോസിന് കുറച്ച് മോന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളെ പാസ്തയും കുക്കായി വന്നിട്ടുണ്ട്. പാസ്തയിൽ ഞാൻ ജസ്റ്റ് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് വേവിച്ചതാണ്. ഇപ്പോൾ 1 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സോസിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ പാസ്തയും പിന്നെ സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പാസ്ത ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യലുണ്ട്. പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ സോസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കട്ട് ചെയ്തിടലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഗ്രേപ്സും അനാറും ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ അതാണ് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ് ശരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഓപ്ഷണലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.